ഹലോ. 2020 നടപ്പിലാക്കിയത് തൻ്റെ മനസ്സിലെ അതേ ആശയങ്ങളാണെന്നും നല്ല മികച്ച രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടമാണെന്നും പറഞ്ഞ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. നിങ്ങൾ അറിഞ്ഞോ? പുതിയ വാർത്തയാ. ആ നട്ടപ്പാതിരക്ക് ഒരു നട്ടപ്രാന്തല്ലാണ്ട് എന്താ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്താ സത്യത്തിൽ 2020 പാർട്ടി നടപ്പിലാക്കിയത്? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അഖിൽ മാരാർ എന്താ 2020 പാർട്ടി വിട്ടേന്നൊന്ന് നോക്കാം. എന്താ കാരണം? സാബു ജേക്കബ് ചതിച്ചത്രേ. ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് BJPയുടെ വോട്ട് കൂടാതെ വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകൾ അവിടെ പിടിച്ച് കൊട്ടാരക്കരയിൽ ഒരു മാന്യമായ പ്ലേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ പക്ഷം കോൺഗ്രസിനെ 3-ാം സ്ഥാനത്ത് എത്തിക്കാം. ഈ ഒരു ചിന്തയിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് സാബു ജേക്കബ് എനിക്ക് നൽകിയ ഓഫറും. എന്താ കാരണം? തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഞാൻ രാഷ്ട്രീയക്കാരെ കണക്ക് 10 അഭിപ്രായം പറയുന്ന ഒരാളല്ല. അഖിൽ അങ്ങനെ കൂടെ എന്നെ വിളിച്ചിട്ട് കൊട്ടാരക്കര സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. പുള്ളിക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ പറയുന്നു, ഒരാൾ നിയമസഭയിൽ കോൺഗ്രസ് വിട്ട് നിയമസഭയിൽ മത്സരിച്ച ഒരാൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നാൽ സ്വാഭാവികമായും BJPക്ക് അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പോൾ സാറി പറയുന്ന ഉറപ്പാണോ? കൊട്ടാരക്കരയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം പ്രശ്നം. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തറ തരാമെന്ന് പറഞ്ഞു വഞ്ചിച്ചു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അഖിൽ 2020 വന്നെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് മേടിക്കൂ. കാര്യം കൊട്ടാരക്കരയിൽ അവർക്ക് ആളില്ല. കൊട്ടാരക്കരയിൽ നല്ല ഒരിടത്ത് അവർക്ക് ആളില്ല എന്നുള്ളത് പിന്നീട് ഞാൻ തൃക്കാക്കര വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. 2020 സാബുവിനെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ വിമർശിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടണം. ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാൻ എടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020ലേക്ക് പോകുന്നത് തന്നെ. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നോ? പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് ഞാൻ പോന്നാന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി. ഏതായാലും നന്നായി. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാല്